ഞങ്ങൾ എന്തുവാ ചെയ്യണ്ടെന്ന് അറിയാതെ അവസാനം ചാറ്റ് ജിപിടിയോട് ചോദിച്ചു എന്ത് ചെയ്യണ്ടത്. ചാറ്റ് ജിപിടി പറഞ്ഞു കഫേ ഹോപ്പിംഗ് ചെയ്യാനല്ലേ. സോ ഓഫ് ടു കാഫേ ഹോപ്പിംഗ് ഗൈസ്. ബീറ്റിൽസ് കഫേ. ഇവിടെ ഒരു ബീറ്റിൽസ് കാഫേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 60s കാഫേ ബീറ്റിൽസ്. ദിസ് ഇസ് ദ പ്ലേസ്. ഏതാണോ ഇതാണോ അതാണോ? അതോട്ട് പോവാം. ഇത് തന്നെ. ഗുഡ് വൈബ്സ്. ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. കൊള്ളാമെന്ന് തോന്നുന്നു. ഇതൊക്കെ മറ്റേ ബീറ്റിൽസിലെ ആൾക്കാരാണോ? എനിക്കറിയത്തില്ല. Am I uncultured? You might be. അപ്പോൾ ഞങ്ങളുടെ കാഫേ ഹോപ്പിംഗ് സീരീസിലെ ഫസ്റ്റ് കാഫേ ബീറ്റിൽസ് കാഫേ. യെസ്. ഇങ്ങനൊരു മെനു ഒക്കെ തന്നിട്ടുണ്ട്. ബീറ്റിൽസിലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. നിനക്കറിയാമോ? എനിക്കറിയത്തില്ല. നോക്കാം. ഞങ്ങൾ ഇവിടുത്തെ ഒരു പാസ്ത കഴിക്കാൻ പോയാൽ പാസ്തക്ക് എത്ര? 290. ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് സാധനം വന്നു. പയ്യെ ഇത് കണ്ട ചീസൊക്കെ നല്ല രീതിക്ക് അവര് മഷ്റൂം കിടപ്പുണ്ട്. മോസറെല്ല ചീസ് കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ആലപ്പീഞ്ഞോസോ ചീസും പെപ്പറും എല്ലാം ഉണ്ട്. നല്ല ചൂടാണ്. ജോലിന് പിന്നെ ചൂടൊന്നും പ്രശ്നമില്ല. ഇല്ല നമുക്ക് കുക്കറിൽ നിന്ന് എടുത്ത് നേരെ തിന്നുന്നതാണ്. ബ്രോ ഗുഡ് സ്റ്റഫ്. കണ്ടിട്ട് ഒരു ടാങ്കി ടേസ്റ്റ്. ടാങ്കി ആണ്, ക്രീമി ആണ്, ചീസി. നോട്ട് ദാറ്റ്. എല്ലാത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ്. മാസ്റ്റർ ഷെഫ്. സേവറി ബോംബ് അല്ലേ? ഇത്രയും തിങ്ക് ചെയ്താൽ മതി. വോട്ട് ഇതിനകത്ത് ചിക്കൻ കൂടെ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. ഈ കാഫേ പ്യുവർ വെജ് ആണ്, ഫോർ യുവർ ഇൻഫർമേഷൻ. ഒരു സാധനം കൂടെ വരും, അത് വന്നിട്ട് കാണിക്കും. എന്താ ഞങ്ങൾ ഒരിക്കലും ഓർഡർ ചെയ്യാത്ത സാധനമാണ് സ്ട്രോബെറി. നെവർ ഓർഡർ. ശരിക്കും എന്താ സ്ട്രോബെറി സംതിങ്. പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഇവിടുത്തെ സബ്സെ ബെസ്റ്റ്, ഏറ്റവും അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എഴുതി വൈ നോട്ട് ട്രൈ. ചോക്ലേറ്റിൻ്റെ ആൾക്കാരാണ്. എനിക്ക് എന്നാണോ ചക്കയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ എത്ര നല്ല സ്ട്രോബെറി ഷേക്ക് ശരിക്കും കുടിച്ചിട്ടില്ല. കാരണം റിയൽ സ്ട്രോബെറി സിറപ്പി ടേസ്റ്റ് ഇല്ല, ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇല്ല. സാധാരണ ഐസ്ക്രീം ഇട്ടടിച്ചല്ലേ. പിന്നെ ഷുഗറിന്റെ ആറാട്ടവും ഇല്ല. ഞങ്ങള് ബസ്സിൽ ലാഭിച്ച പൈസയും ട്രെയിനിൽ ലാഭിച്ച പൈസയും തിന്നു മുടിക്കുക ശരിക്കും. ഇവിടെ തന്നെ അല്ല, പക്ഷെ ഒത്തിരി ആയില്ല കേട്ടോ. ഞങ്ങളിത് സാധാരണ കാഫേജിലൊക്കെ പോലെ അത്യാവശ്യം കാശാണ്, പക്ഷെ അത്ര ആയില്ല. 350 300 രൂപ കൊണ്ട് തീർന്നു. ഇല്ലടാ, ആണോ? ശരിയാ. ഞങ്ങള് കുറേ നേരം ചുമ്മാ സമയം കളയാൻ വേണ്ടി സമയം കളഞ്ഞു. കാരണം ഇനി ഞങ്ങൾക്ക് 3 മണിക്കേ ഉള്ളൂ ഞങ്ങളുടെ ബസ്. 3 അല്ല, 4 മണിക്കല്ലേ. 4 മണി. ഇപ്പം എത്രയാ? 8 മണി ആയതേ ഉള്ളൂ. ഇനിയും കുറച്ചു നേരം കൂടെ ഇവിടെ സമയം കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇങ്ങനെ കുറേ കൊച്ചു കടകളുണ്ട് ഈ സൈഡിലെല്ലാം. ഈ സമയത്തും ഇപ്പം എത്ര മണി? 9 മണിയായില്ലേ? ഞാൻ യൂത്തിനെയാ കണ്ട മൊത്തം. കൊളീഗ്സിന്റെ ട്രിപ്സും ഒക്കെ കൂടുതലാണ് നടക്കുന്നത്. ഭയങ്കര ഓണം ഇപ്പോഴും. ശരിക്കും ഓണം കേട്ടോ ഈ സ്ഥലം. നീ ശരിക്കും ഉണ്ടല്ലോ അവിടെ. എനിക്ക് ചെറുതായിട്ട് മറ്റേ ഇതിന്റെ വൈബ് അടിച്ചു. ബാങ്കോക്കിൽ പോയപ്പോ അവിടുത്തെ ചൈന സ്ട്രീറ്റ് ഇല്ലേ, അവിടെ ഇതുപോലെ തന്നെ സൈഡിൽ മൊത്തം കടകള്, ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നു. ഫോറിനേഴ്സ് എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്. ഇതാ ഞങ്ങളുടെ അടുത്ത സ്ഥലം, ബിജെസ് ഗാർഡിനോ ബൈ ദ ഗാംഗസ്. ഇതാണ് നമ്മുടെ കട. ഇവിടെ ആയിരിക്കും ഞങ്ങൾ 10 മണി വരെ ഇരിക്കാൻ പോകുന്നത്. ഒരു താലി തിന്നാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ജസ്റ്റ് 1 താലി. ഒത്തൻറ്റിക് താലി കിട്ടാൻ നോക്കാം.
ഞങ്ങളൊരു താലി കഴിക്കാൻ വന്ന സ്ഥലമാണ്. എന്ത് രസമാണ് ഇവിടുത്തെ വ്യൂ. ഒരു ചെറിയൊരു സൂത്തിങ് കാറ്റുമുണ്ട് അല്ലേ? ആ വിൻഡ് ഒത്തിരി കൂടുതലും അല്ല, ഒത്തിരി കുറവല്ല. പെർഫെക്റ്റ്. താഴെ ഗംഗാ റിവറാണ്, ഗംഗയുടെ തൊട്ടും വേണം. ഞാനിവിടെ മറ്റേ പിസ്സയുടെ അവനും ഉണ്ട്, ഒത്തൻറ്റിക് സാധനം. നമ്മളെ ഉത്തരാഖണ്ഡ് സ്പെഷ്യാലിറ്റി താലിയാണ് ഇവിടെ എത്തി. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പാസ്ത എല്ലാം കഴിച്ചിട്ട് വന്നത്. ഇത് ഞങ്ങൾക്ക് ട്രൈ ചെയ്യണമായിരുന്നു. ഐ മീൻ പപ്പടത്തിൻ്റെ അകത്തായി സാലഡ് വെച്ച് പപ്പടം കൊണ്ടുണ്ടാക്കിയ പാത്രം, എസ്തെറ്റിക് അല്ലേ? അച്ചാർ, മധുരം 1, 2, 3, 3 മസാലക്കറി ആൻഡ് ഒരു കിഴങ്ങാന്ന് തോന്നുന്നു. ഇത് കിഴങ്ങ് സബ്ജി, ഇത് ഒരു ക്രീമി സംതിങ് എൽസ് ആൻഡ് 3 റൊട്ടി ആയി. നമ്മുടെ ഇനിയും 12 hours, 12 അല്ല 1 ഓൾമോസ്റ്റ് നാളെ ഈ ടൈമിലായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് മീൻ. അന്നേരം വരെ ഞങ്ങളെ ഫ്യൂവൽ ചെയ്യാനുള്ള സാധനം ഇത്. 2 പേർ കൂടെ ഉള്ള സാധനമുണ്ട്. ഓക്കെ, ഞങ്ങളുടെ താലി അങ്ങനെ തീർന്നിരിക്കുന്നു. ഒറ്റ താലിയും മേടിച്ചില്ല, പക്ഷെ 2 പേർക്കും ഉണ്ടായിരുന്നല്ലേ ക്വാണ്ടിറ്റി. റൈസിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു 4 എണ്ണം, തീർന്നു. ഇനിയും ആ ഖീറും കൂടെ ഉള്ളു ബാക്കി. ഖീറും ഞാൻ കഴിച്ച് നോക്കി, ഒത്തിരി സ്വീറ്റ് അല്ല. പിന്നെ ഞങ്ങളൊരു ഇതും കൂടെ കഴിച്ചായിരുന്നു, കൊമ്പൂച്ച. അറ്റ്സ് നൈസ്. ഇത് കഴിച്ച് നോക്കിയാൽ അല്ലേ, ഒട്ടും സ്വീറ്റ് അല്ല. ഒത്തിരി ഒന്നുമല്ല, കുറച്ച് സ്വീറ്റ് ആണെന്ന് പറയണം. ആരുമില്ലായിരുന്നു, ഇപ്പം ഫുൾ ആളാണ്. ഇതാണ് ഞങ്ങളുടെ വ്യൂ, ഇതാണ് എൻ്റെ വ്യൂ. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനിയും രാത്രി ബോറടിച്ചിരിക്കുന്ന ഞങ്ങളുണ്ടല്ലോ കുറേ നേരമായിട്ട്. എടാ എൻ്റെ വണ്ടി വന്നു. ഓക്കെ ഓക്കെ, കുറേ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇവിടുത്തെ തിരക്കും ഇങ്ങോട്ട് ടാക്സി ഒന്നും വരാത്ത കണ്ടപ്പോൾ ഞങ്ങൾ നിന്റെ വണ്ടി വരുന്നുണ്ടോ? അതുകൊണ്ട് റാപ്പിഡോ അങ്ങ് ബുക്ക് ചെയ്തു. അത് കണ്ട് റാപ്പിഡോ കയറിപ്പോ. ടാറ്റ. നമ്മൾ ഫുൾ ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്ക് എന്നൊക്കെ നല്ല ബ്ലോക്ക്. ഈ റാപ്പിഡോയുടെയും 2 വീലറിൻ്റെ അഡ്വാൻറ്റേജ് ഇതാ, നമ്മൾ ചുമ്മാ ഇങ്ങനെ കയറി പോവാ. കാർ കൊണ്ടൊക്കെ ഇവിടെ വന്നാൽ ആയതുകൊണ്ടോ പെട്ടുപോകും, നല്ല രീതിക്ക് പെട്ടുപോകും. ഈ റോഡ് चैनल डोसा पाव। हाँ सुमित भाई हमारा नया सब्सक्राइबर। എവിടെ ആര് ചെയ്യാൻ ചുമ്മാ പറയുന്നു, ചുമ്മാ രസമാണ് കേട്ടോ. റാൻഡ് ഒരു പരിചയമില്ലാത്തൊരു ചേട്ടൻ്റെ ഞങ്ങൾ റാപ്പിഡോ ചെയ്തെങ്കിലും ഉണ്ടല്ലോ, ഇവർ വന്നിട്ട് നമ്മൾ റാപ്പിഡോയുടെ ID പറഞ്ഞു കൊടുത്തില്ല. ലൈക്ക് നമ്മൾ ലിറ്ററലി പേര് ഒന്നും ചോദിച്ചില്ല, മനസ്സിലായോ? പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളി ഗ്രേ ടീഷർട്ടും ബ്ലൂ ഹെൽമെറ്റും ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഹുഡിയും ബ്ലാക്ക് ക്യാപ്പും ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞു, അങ്ങനെ പോവാം. അല്ലാതെ ഒഫീഷ്യലി ഇസ് നത്തിങ്. യെസ്, അണ്ണൻ എന്നെ ഇവിടെ ഇറക്കി. ഇവിടെ ബസ് വരുന്നത്, അതിനി 4 മണിക്കേ ഉള്ളൂ ബസ് എടുക്കുന്നത്. ഇവിടുന്ന് 3.5 മണിക്കൂറുണ്ട്. ജോ വരണതിന്. ജോൻ്റെ ലൈവ് ലൊക്കേഷനൊക്കെ അയച്ചു. അതിനെ കൊണ്ടുവരുന്ന ആളെ എനിക്കൊന്ന് ഇച്ചിരി ക്രീപ്പ് ചെയ്യാൻ തോന്നും. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു എന്തോ ക്രീപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്, കാരണം ഇല്ല ലൈവ് ലൊക്കേഷൻ അയക്കത്തില്ല. എനിക്ക് ഞാൻ പൈസ കൊടുക്കട്ടെ. എൻ്റെ അണ്ണനുണ്ടല്ലോ, പുള്ളി ആദ്യം തൊട്ടേ ടിപ്സ് ചെയ്യാം. ഈസ് ഡ്രങ്ക്. ഹലോ സർ, हम आज ऑफलाइन राइड करेंगे. അങ്ങനെ എന്നോട് ഫസ്റ്റ് തിങ് പറയുന്നത് ഓഫ്ലൈൻ റൈഡ് करेंगे, ക്യാൻസൽ कर दो आप. ഞാൻ नहीं भैया पहुंचने के बाद कैंसिल करता हूँ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ 2 അവന്മാരുണ്ട്, സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട്. എന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്, പാരലായിട്ട് 2 ബൈക്ക് ഒരുമിച്ച് പോവുക. നീ അതിലെയാണോ വന്നേ? ആ വേറെ വഴി കൂടെ എന്നെ കയറ്റി. ഞാൻ ഷോർട്ട് കട്ട് വഴിയാ വന്നത്, പക്ഷെ ഞാൻ അതിലെയാ വന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക ഇവിടെ നിർത്താൻ പറ്റുമോ, എന്നുവെച്ചാൽ കുടിക്കാൻ, കള്ളു കുടിക്കാൻ. അത് കഴിഞ്ഞിട്ട് കുറെ കള്ളുകുടിയന്മാരുള്ള ഒരു സ്ഥലം എത്തി പറയാ, അയ്യാ 2 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് വരാം. ഇല്ല അയ്യാ ഫ്രണ്ട് ഇസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞപ്പം പുള്ളി മറ്റവരെ വിട്ട് സ്പീഡിൽ പോകാൻ തുടങ്ങി.
എൻ്റെ അണ്ണനുണ്ടല്ലോ പൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ ലൈഫിനെ പറ്റി യൂട്യൂബിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ പേര് അണ്ണൻ ഇഷ്ടപ്പെട്ടു. ദോസപ്പ. ഇനി നമുക്ക് ബസ്സിലൊക്കെ കയറിയിട്ട് കാണാം. ഓക്കെ ബൈ. ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കമ്പനി തരാൻ ഒരു 3 പേരും ഇവിടെ നിൽക്കുന്നു. ആവശ്യമില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ 6 മണിക്കൂർ കടത്തിണ്ണയിലിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു, പുള്ളിയുടെ ഓട്ടോയിലും കയറിയായിരുന്നു. നമ്മുടെ ബസ്സിൻ്റെ 4 മണിക്ക് വരേണ്ട ബസ്സാണ് 4:20 വന്നപ്പോൾ. അവിടെ ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കും. 12 hours straight ഈ ബസ്സിലായിരിക്കും.